Good morning, Miss. Okay, good morning. Good morning. Good morning. Good morning. Okay. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മള് പറഞ്ഞത് അല്ലെ. ഓക്കെ, അപ്പൊ ലാബിനെ പറ്റി നമ്മൾ ലബോറട്ടറി എന്താണ്, പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെ, ലാബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ലക്ഷ്യം അവരുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും എക്സാക്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. പിന്നെ നമ്മൾ ഫങ്ഷണൽ ഡിവിഷൻസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. 5 ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, അതിനകത്ത് ഓരോരോ കമ്പോണന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് ഹൈറാർക്കി പഠിച്ചു അല്ലെ. അതായത് ഒരു ലാബിനകത്തുള്ള സ്റ്റാഫുകളുടെ ഒരു ശ്രേണീപരമായിട്ടുള്ള അവരുടെ ആ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ലാബ് ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നോക്കി വെക്കുന്നു കേട്ടോ പഠിക്കണേ. പിന്നെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പറഞ്ഞത് അല്ലെ. ഒരു ലാബിന് വേണ്ട ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ഇതിനെ പറ്റി നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ വീണ്ടും ഒരു ഡിവിഷൻ പഠിച്ചു അല്ലെ. ലബോറട്ടറിയുടെ വേറൊരു ഡിവിഷൻ പറഞ്ഞു. അതെന്തിനെ ബേസ് ചെയ്തിട്ടാ? NABL NABL ഫുൾ ഫോം ഒക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാ? നാഷണൽ എന്താണ് അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അല്ലെ. NABL ബേസ് ചെയ്തിട്ട് നമ്മൾ 4 ആയിട്ട് തരംതിരിച്ചു അല്ലെ. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവര് പെർ ഡേ കളക്ട് ചെയ്യുന്ന സാമ്പിളുകളുടെ എണ്ണത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ തരംതിരിച്ചത്. മറ്റേ ഡിവിഷൻ എന്തായിരുന്നു? ഫങ്ഷണൽ ഡിവിഷൻസ് ആയിരുന്നു. എന്ത് സേവനമാണ്, എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. NABL എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പെർ ഡേ എത്ര സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തത് കേട്ടോ. അതിന്റെ എണ്ണമൊക്കെ നമ്മൾ നല്ലപോലെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ എക്യുപ്മെന്റ് പറഞ്ഞു അല്ലെ. എക്യുപ്മെന്റ് പറഞ്ഞു. എക്യുപ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അതിൽ SOP എന്താണ് മറക്കരുത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. അതിന് ഫസ്റ്റത്തെ മാത്രം നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നോക്കാം. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടത് തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇനി കുറച്ച് പ്രാക്ടിക്കൽ വശങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് 4 പ്രധാനപ്പെട്ട പ്രൊസീജിയറുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പറഞ്ഞതാണ് സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതായത് ഓരോ സാമ്പിളുകളും 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. പറഞ്ഞില്ലേ നമ്മള്? അതായത് ആ സാമ്പിള് കളക്ട് ചെയ്ത വ്യക്തിയുടെ പേര്, അയാളുടെ വയസ്സ് അല്ലെ, അതുപോലെ അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി, പിന്നെ എന്തൊക്കെ അങ്ങനെയുള്ള ഏതെങ്കിലും 2 എണ്ണം കുറഞ്ഞ ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ബാർകോഡ് ഉപയോഗിച്ച് ലാബർ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് എററുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് ശരിയാണ് അല്ലെ. നമ്മൾ നാരങ്ങ ചിലപ്പോൾ എഴുതുമ്പോൾ ചിലപ്പോൾ കീറി പോവുക, അതായത് നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ മാറിപ്പോവുകയൊക്കെ ചെയ്താൽ എറർ വരാനുള്ള ചാൻസ്. അതേസമയം ബാർകോഡിംഗ് ലാബലിംഗ് ആണെങ്കിൽ അത് എററുകൾ ഒരുപാട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ലാബലിനകത്ത് എന്തൊക്കെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? പേഷ്യന്റിന്റെ പേര്, അയാളുടെ വയസ്സ്, അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി, പിന്നെ അതോടൊപ്പം പേഷ്യന്റിന്റെ ID നമ്പർ, പിന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ കണ്ടക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, പിന്നെ ആ ഒരു സ്പെസിഫിക് നമ്മൾ കളക്ട് ചെയ്ത ടൈം ആൻഡ് ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. കറക്റ്റ് ആണ് കേട്ടോ. അഫ്ല ടൈം ഡേറ്റ് നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാമത്തെ ഭാഗമാണ് പ്രൊസീജിയർ ആണ്. റിക്വസിഷൻ ഫോം ആണ് കേട്ടോ. എന്താണ് റിക്വസിഷൻ? പ്രൊസീജിയർ അല്ല, അവിടെ നടക്കുന്ന പ്രൊസീജിയറുകൾ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുന്നു കേട്ടോ.
അത് നോക്കുക. റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ആണ് കേട്ടോ. എന്താണ് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ദ റിക്വസിഷൻ ഫോം ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ദ ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കർ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. The requisition form that should be finished by the doctor or health worker requesting the test and send it together with the specimen or patient to the laboratory. ഇതാണ് പറയുന്നത്. ആരാണ് റിക്വസിഷൻ ഫോം ആരാണ് ഫിനിഷ് ചെയ്യുന്നത്? അതൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കറോ ആണ് ഒരു ടെസ്റ്റ് റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു രോഗീനെ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ആ ഒരു രോഗി ഒരു ടെസ്റ്റിങ്ങിന് വിധേയമായിട്ട് എവിടേക്ക് വരുന്നത്? ലാബിനകത്തോട്ട് വരുന്നത്. അപ്പൊ ഡോക്ടറാണ് ടെസ്റ്റ് അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെ, രോഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളൊന്ന് യൂറിൻ കൾച്ചർ ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് അവർക്ക് എഴുതി കൊടുത്തത് അല്ലെ. അപ്പൊ അതാണ് നമുക്ക് റിക്വസിഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം അഥവാ റിക്വസിഷൻ ഫോം ദാറ്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ഡാഷ്. ആരാണ് ഫിനിഷ് ചെയ്യുന്നത്? ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കർ കേട്ടോ. ഓപ്ഷനകത്ത് വേറെ പലരും കാണും കേട്ടോ. പേഷ്യന്റ് കാണും, നഴ്സ് കാണും, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഒക്കെ കാണും. അപ്പൊ അവിടെ നിന്ന് ചെന്ന് മാർക്ക് ചെയ്തത് റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറോ ആണ് കേട്ടോ. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. അതിനുശേഷം എന്തൊക്കെ ടെസ്റ്റുകൾ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് രോഗിയെ സ്പെസിമെനോടൊപ്പം ഇങ്ങോട്ട് വിടുകയാണ്, ലാബിനകത്തോട്ട് വിടുകയാണ്. ഓക്കെ, ഇനി നോക്കിയേ. ദ പേഷ്യൻസ് ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻസ് റിക്വസ്റ്റഡ് ആൻഡ് സോഴ്സ് ഓഫ് സാമ്പിൾ. എക്സാമ്പിൾ പറയുന്നുണ്ട് ഫോർ കൾച്ചർ ആൻഡ് ഹിസ്റ്റോപാത്തോളജി that should also be included. അപ്പൊ നമ്മൾ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം കൊടുക്കുമ്പോഴും അതിനകത്തും കൃത്യമായിട്ട് നമ്മുടെ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. പേഷ്യന്റ് ആരാണ്, അവരുടെ വയസ്സ് എത്രയാണ്, അവരുടെ ലൊക്കേഷൻ എവിടെ നിന്നാണ് അവർ വരുന്നത്, പിന്നെ ഡേറ്റ് ആൻഡ് ടൈം, ഏത് സമയത്താണ് ഈ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ടൈം, ഡേറ്റ്, പിന്നെ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ ചെയ്യേണ്ടത്, റിക്വസ്റ്റ് അതിന്റെ കാര്യങ്ങൾ ടെസ്റ്റുകൾ ഏതൊക്കെ ചെയ്യണമെന്നുള്ളത് നേരത്തെ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സോഴ്സ് ഓഫ് സാമ്പിൾ കേട്ടോ. അതായത് നമ്മൾ ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് സാമ്പിൾ ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, ആ സോഴ്സ്. എക്സാമ്പിൾ പറയുന്നത് ഫോർ കൾച്ചർ, നമ്മൾ ബ്ലഡ് കൾച്ചർ ചെയ്യാം, യൂറിൻ കൾച്ചർ ചെയ്യാം. ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് ഒക്കെ യൂറിനറി കൾച്ചറിനെ എഴുതി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക ഡോക്ടർ. അപ്പൊ കൾച്ചറിന് എടുക്കുന്ന യൂറിൻ എന്ന് പറയുന്ന സാമ്പിൾ ആണ് അല്ലെ. അതുപോലെ ഹിസ്റ്റോപാത്തോളജി നമ്മൾ പഠിച്ചതാണ്. ഒരു ഹിസ്റ്റോപാത്തോളജി ടെസ്റ്റിനാണ് എഴുതി തരുന്നതെങ്കിൽ എന്തായിരിക്കും സോഴ്സ് ഓഫ് സാമ്പിൾ എന്ന് പറയുന്നത്? നിങ്ങൾ പറയൂ, ഒരു ഹിസ്റ്റോപാത്തോളജി ടെസ്റ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും സോഴ്സ് ഓഫ് സാമ്പിൾ? ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുമ്പോൾ എന്ത് സാമ്പിൾ ആയിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവാം? ടിഷ്യൂ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ടിഷ്യൂ അല്ലെ, ടിഷ്യൂ ആയിരിക്കും അവിടെ. അക്ഷരത്തെ കറക്റ്റ് ആണ് കേട്ടോ. ഹിസ്റ്റോപാത്തോളജി ആദ്യം പറഞ്ഞു, ടിഷ്യൂ കറക്റ്റ് ആണ്. വെരി ഗുഡ്. അതായത് ഹിസ്റ്റോപാത്തോളജി ടെസ്റ്റിനാണ് എഴുതുന്നതെങ്കിൽ അവിടുത്തെ സോഴ്സ് ഓഫ് സാമ്പിൾ എന്തായിരിക്കും? ടിഷ്യൂ ആണ്. ഇനി ഒരു സൈറ്റോളജി ടെസ്റ്റ് ആണ് തരുന്നതെങ്കിലോ എന്തായിരിക്കും സാമ്പിൾ? സെല്ലായിരിക്കും സാമ്പിൾ അല്ലെ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എന്താണോ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത സോഴ്സ് എന്താണോ അതും കൂടെ അതിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കണം. ദാറ്റ് ഷുഡ് ആൾസോ ബി ഇൻക്ലൂഡ് കേട്ടോ. അത് കൂടെ ആ ഒരു ടെസ്റ്റ് റിക്വസ്റ്റ് ഫോമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ ഡോക്ടറുടെ പേരും കൂടെ അതിനകത്ത് എഴുതൂ കേട്ടോ. ഡോക്ടർ ഏത് ഡോക്ടറാണ് റിക്വസ്റ്റ് മീൻസ് റിക്വസിഷൻ ഇട്ടേക്കുന്നതിനുള്ള ആ ഡോക്ടറുടെ പേരും കൂടെ അതിനകത്ത് എഴുതണം കേട്ടോ. അത് കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങളത് ഓക്കെ. അത്രയേ ഉള്ളൂ. ഇതിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. റിക്വസിഷൻ ഫോം ആരാണ് ഫിനിഷ് ചെയ്യുന്നത്? ആരാണ് ഫിനിഷ് ചെയ്യുന്നത്? ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കർ കേട്ടോ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ആണ്. ഓക്കെ, അധികം അടുത്തത് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ജസ്റ്റ് നോക്കിട്ടോ. അടുത്തതാണ് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് സാമ്പിൾ സ്വീകരിക്കുന്നതും റിജക്ഷനുമായിട്ട്. ചിലപ്പോൾ സാമ്പിൾ സ്വീകരിക്കാം, വരുന്ന സാമ്പിൾ സ്വീകരിക്കാം, ചിലത് നമ്മൾ റിജക്ട് ചെയ്ത് വിടും, ഒഴിവാക്കി വിടും. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. All specimens should be checked on receiving in the laboratory for the fitness for the test കേട്ടോ. സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? All specimens that should be checked on receiving in the laboratory for the fitness for test.
അതായത് ലാബിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന എല്ലാ സ്പെസിമെൻസുകളും പരിശോധന യോഗ്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എന്താ പറഞ്ഞത്? ലാബിനകത്ത് വരുന്ന സ്പെസിമെൻസുകള് അത് പരിശോധന യോഗ്യമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ. These checks should include suitable container, quantity or volume. പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട് in case of blood or urine sample. അതുപോലെ quality of sample പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട് in the case of tissue samples, any leakage etc. ഇപ്പൊ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അളവിലും അതുപോലെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലും വേണം കളക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് അതിന് ടെസ്റ്റിങ്ങിന് വിടാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബ്ലഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണോ അവര് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആ ടെസ്റ്റിന് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വേണം നമ്മൾ ബ്ലഡ് കൊടുക്കാനായിട്ട്, അല്ലെ? ചിലപ്പോ ഒരു ബ്ലഡിന്റെ കുറേ ടെസ്റ്റുകൾ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അളവിൽ തന്നെ ബ്ലഡ് എടുക്കേണ്ടതായിട്ട് വരും, അല്ല? ഒന്നോ രണ്ടോ ഡ്രോപ്പ് കുറച്ച് ഒരു സിറിഞ്ച് എടുത്തിട്ട് കാര്യമില്ല, ചിലപ്പോൾ അധികം എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണോ പറഞ്ഞിരിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള അളവിലും ക്വാളിറ്റിയിലും വേണം നമ്മൾ സാമ്പിളുകൾ കളക്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ യൂറിൻ ഒക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ ലാബിൽ പോകുമ്പോൾ അവര് നമുക്കൊരു ബോട്ടിൽ തരും, അല്ലെ? ചെറിയൊരു സ്റ്റെറിലൈസർ ഒരു ബോട്ടിൽ അവർ നമുക്ക് തരും, ലാബിലൊക്കെ ചെയ്ത് നമുക്ക് തരും. എന്നിട്ട് പറയും ഇതിന് യൂറിൻ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയും. എന്തുകൊണ്ടാണ്? അതവർ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നർ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള നല്ല കണ്ടെയ്നർ ഇത്തിരി തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതിനകത്ത് എന്തെങ്കിലും കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ടെസ്റ്റിങ്ങിനകത്ത് കാണിക്കും. അതുകൊണ്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലാണോ അതുപോലെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമാണോ സാമ്പിളുകൾ വന്നിട്ടുള്ളത്, അതാണ് പറഞ്ഞത് പരിശോധന യോഗ്യമാണോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞത്. സ്യൂട്ടബിൾ കണ്ടെയ്നർ, ക്വാണ്ടിറ്റി ഓർ വോളിയം. ഇൻ കേസ് ഓഫ് ബ്ലഡ് യൂറിൻ സാമ്പിൾ ഒക്കെ ആകുമ്പോൾ കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി വോളിയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ക്വാളിറ്റി ഓഫ് സാമ്പിൾ, സാമ്പിളിന്റെ ക്വാളിറ്റി. ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിൾസ്, ഇപ്പൊ നമ്മൾ ടിഷ്യൂ സാമ്പിളുകളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ടിഷ്യൂസ് വേണം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. ഇനി ലീക്കേജ്, നമ്മൾ കളക്ട് ചെയ്യുന്ന പാത്രത്തിന് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ എന്തെങ്കിലും ലീക്കേജോ എന്തെങ്കിലും ചോർച്ചയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം സാമ്പിൾ റിസീവ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. പ്രാക്ടിക്കൽ പറഞ്ഞിട്ടുണ്ട് വിത്ത് റീസൺസ് ആൻഡ് ആക്ഷൻസ് സ്പെസിഫൈഡ് ഓഫ് ഓൾ ദ സാമ്പിൾസ് റിസീവ്ഡ് ഇൻ ദ ലബോറട്ടറി ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് ഏർലിയർ. ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് ഏർലിയർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ലാബിനകത്തേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുന്നതുമായിട്ടുള്ള സാമ്പിളുകളുടെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന സ്പെസിമെൻസ് ഉണ്ടായിരിക്കും. ചിലത് വരുമ്പോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ സ്യൂട്ടബിൾ കണ്ടെയ്നറിലല്ല, അതിന് വേണ്ടത്ര ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ലെങ്കിൽ അവർ എന്ത് പറയും, ഈ സാമ്പിൾ ഒന്ന് റിജക്ട് ചെയ്യണം, നിങ്ങൾ രണ്ടാമതൊന്ന് റീകളക്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് അവര് തിരിച്ച് പറഞ്ഞയക്കുന്നത്, റിജക്ട് ചെയ്യില്ല ചില സാമ്പിളുകൾ. അപ്പൊ എന്ത് ചെയ്യും? അതാണ് പറയുന്നത്, നമ്മൾ സ്വീകരിക്കുന്നതായിക്കോട്ടെ റിജക്ട് ചെയ്യുന്നതായിക്കോട്ടെ അത് ഏത് സാമ്പിളുകളാണെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ ആ ഒരു ലാബിനകത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്തുകൊണ്ട് അത് പ്രത്യേകം പറയുന്നുണ്ട് വിത്ത് റീസൺസ് ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ്. കൃത്യമായിട്ടുള്ള കാരണ സഹിതം വേണം രേഖപ്പെടുത്താൻ. അല്ലാണ്ട് റിജക്ട് ചെയ്തു, ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെയല്ല എഴുതേണ്ടത്. റിജക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് റിജക്ട് ചെയ്തു അതിന്റെ കാര്യകാരണ സഹിതം സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡുകൾ അവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താ നോക്കിയേ. ഇഫ് ദ ലബോറട്ടറി റിജക്ട്സ് എനി സാമ്പിൾ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ദ പേഷ്യന്റ് ഓർ ഡോക്ടർ ആൻഡ് നീഡ് ഫോർ ദ റിജക്ഷൻ. ഏതെങ്കിലും സാമ്പിളുകൾ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു, എന്ത് കാരണം കൊണ്ട് റിജക്ട് ചെയ്തു എന്നുള്ള കാരണം കൃത്യമായിട്ട് ആ ഡോക്ടറിനെയും ആ ഒരു പേഷ്യന്റിനെയും അറിയിക്കേണ്ടതാണ് കേട്ടോ. അത് മാത്രമല്ല റീകളക്ഷൻ ഉള്ള കാര്യം അവരെ അറിയിക്കേണ്ടത്. രണ്ടാമത് കളക്ട് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് അത് റിജക്ട് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡോക്ടറുടെ അടുത്തും പേഷ്യന്റിന്റെ അടുത്തും ഇൻഫോം ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ആക്സെപ്റ്റൻസ് റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഓർക്കാം, ഒരു ലാബിനകത്ത് കൊണ്ടുവരുന്ന സ്പെസിമെൻസുകൾ പരിശോധന യോഗ്യമാണോ എന്ന് നോക്കണം. ദാറ്റ് മീൻസ് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി അതുപോലെ ലീക്കേജ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പറയുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലും റിജക്ട് ചെയ്യുകയാണെങ്കിലും മറ്റേ കാര്യകാരണ സഹിതം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ റെക്കോർഡുകൾ അവിടെ സൂക്ഷിച്ചിരിക്കണം. ഏതെങ്കിലും സാമ്പിളുകൾ നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ബന്ധപ്പെട്ട ഡോക്ടറിനെയും രോഗിയെയും അറിയിക്കുകയും റീകളക്ഷന്റെ ആവശ്യകത അവിടെ അറിയിക്കേണ്ടത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? അടുത്തത് കേട്ടോ.
ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാക്കിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. മനസ്സിലായി എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ശരി. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് ലബോറട്ടറി റെക്കോർഡാണ് കേട്ടോ. ലബോറട്ടറി റെക്കോർഡാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓൾ ദ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട്സ് ദാറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ആസ് പെർ ദ നാഷണൽ ഓർ റെഗുലേറ്റർ നീഡ്സ് കേട്ടോ. കൃത്യമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക നാഷണൽ റെഗുലേറ്റർ നീഡ്സ് അനുസരിച്ച് അതിന് കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ട്. ലാബിന് ലൈസൻസും മറ്റും കൊടുക്കുന്നതും അവിടെ പാലിക്കേണ്ടതിനെ പറ്റി കൃത്യമായിട്ടുള്ള നാഷണൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുകൊണ്ടാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നാഷണൽ റെഗുലേറ്ററി നീഡ്സ് പ്രകാരം നമ്മൾ ലാബിൽ നിന്നും റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്തിരിക്കണം? അവിടെ സ്റ്റോർ ചെയ്തിരിക്കണം. സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ലാബിന്റെ റിപ്പോർട്ടുകളും മറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു കോപ്പി നമ്മൾ റിസൾട്ടുകൾ പേഷ്യൻസിന് കൊടുക്കും. ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലാബിനകത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. കാര്യം ഭാവിയിൽ എന്തെങ്കിലും ലീഗൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഒരു എവിഡൻസ് ലീഗൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഒരു റൂളായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. നാഷണൽ റെഗുലേറ്റർ നീഡ് പ്രകാരം ലാബിൽ നിന്നും റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും അവിടെ നിർബന്ധമായിട്ടും സ്റ്റോർ ചെയ്തിരിക്കണം കേട്ടോ. സ്റ്റോർ ചെയ്തിരിക്കണം. അപ്പൊ ഇനി എങ്ങനെ സ്റ്റോർ ചെയ്യും അതിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കേട്ടോ. The records can be kept as a physical copies as instrument printouts, that means photocopies, or electronically, that means LIS or HIS. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള റെക്കോർഡുകൾ റിപ്പോർട്ടുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ കോപ്പീസ്. ഫിസിക്കൽ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ട് ആയിട്ട് ഫോട്ടോ കോപ്പി ഒക്കെ സൂക്ഷിക്കില്ലേ എന്നതുപോലെ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് നമുക്ക് കെപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി, ഇന്നിപ്പോ സൗകര്യം അതാണ് അല്ലെ. ഇലക്ട്രോണിക്കലി നമുക്ക് കീപ്പ് ചെയ്യാനാണ്, സിസ്റ്റം വൈസ് കീപ്പ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് LIS or HIS കേട്ടോ. LIS or HIS അതിന്റെ ഫുൾ ഫോം എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. LISന്റെ ഫുൾ ഫോം എന്താണ് എഴുതി വെച്ചോളൂ? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. എഴുതി വെക്കാട്ടോ. LISന്റെ ഫുൾ ഫോം എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. എഴുതി വെക്കാട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടാമത്തത് HIS. HIS എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. രണ്ടും ശരിയാണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. LIS എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. ഇപ്പൊ LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മൾ ലാബ് സംബന്ധമായിട്ടുള്ള ലബോറട്ടറി സംബന്ധമായിട്ടുള്ള വർക്ക് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉണ്ട്. ഇന്നിപ്പോ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? ഈ പറയുന്ന ഇൻഫർമേഷൻ മാനേജ്മെന്റ് സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പണ്ടത്തെ പോലെ ഫയലുകളും റെക്കോർഡുകളൊക്കെ കുറഞ്ഞു. എല്ലാം സിസ്റ്റത്തിലെ ഓരോന്നിനും ഓരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നു അല്ലെ. അതാണ് ഏറ്റവും എളുപ്പം. ഡാറ്റകൾ നഷ്ടപ്പെട്ടു പോവില്ല, കുറെ കൂടെ സെക്യൂർ ആണ്, എപ്പോ വേണമെങ്കിലും നമുക്ക് റിട്രീവ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാരണം കൊണ്ട് ഇലക്ട്രോണിക്കലി സൂക്ഷിക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ അല്ലെ. അപ്പൊ LIS എന്ന് പറയുമ്പോൾ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ലാബ് സംബന്ധമായിട്ടുള്ള വർക്ക് ഫ്ലോ, സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതും അതിന്റെ പ്രോസസ്സിങ്ങും അതിന്റെ റിപ്പോർട്ട് റിലീസിങ്ങും അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് LIS എന്ന് പറയുന്നത്. HIS എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ, മൊത്തത്തിൽ ഹോസ്പിറ്റലിന്റെ മാത്രമുള്ള പ്രവർത്തനം, അതായത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടുത്തെ വർക്ക് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ സുഗമമാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് HIS എന്ന് പറയുന്നത്. പേരിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അപ്പൊ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം റെക്കോർഡുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതിന് ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, ജസ്റ്റ് പ്രിന്റ് ഔട്ട് ഫോട്ടോ കോപ്പി പോലെ. അതല്ലെങ്കിൽ നമുക്ക് LIS HIS പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വരെ ഇലക്ട്രോണിക്കലി നമുക്ക് ഇങ്ങനെയുള്ള റെക്കോർഡ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കാം. മൂന്നാമത്തെ പോയിന്റ് യൂസ് ഓഫ് LIS, ദാറ്റ് മീൻസ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ എങ്ങനെയും പറയാം നമുക്ക് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. LIMS എന്ന് ചേർക്കും. മാനേജ്മെന്റ് ഒരു മെമ്മോ കൂടെയാണ്. രണ്ട് ശരിയാണ് കേട്ടോ. LIS അഥവാ LIMS എന്നൊക്കെ പറയുന്ന സംഭവം ഇത് തന്നെയാണ് കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ദാറ്റ് എനേബിൾസ് എ ലബോറട്ടറി ടു ട്രാക്ക് ദി സ്പെസിമെൻസ്
ഫ്രം ദ റിസീപ്റ്റ്, പ്രോസസിങ്, ടെസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ് കേട്ടോ. അപ്പൊ ഈ LIS എന്തിനാണ് സഹായിക്കുന്നത്? ഒരു ലബോറട്ടറിയിലെ ഈ പറയുന്ന സ്പെസിമെൻസുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അതിന്റെ റിസീപ്റ്റ്, അതിന്റെ പ്രോസസിങ്, അതിന്റെ ടെസ്റ്റിംഗ്, അതുപോലെ അതിന്റെ റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള സ്പെസിമെൻസിനെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് LIS എന്ന് പറയുന്നത് കേട്ടോ. ലബോറട്ടറി സർവീസിൽ ഇതിന് അത്രയേറെ പ്രാധാന്യം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ചോദ്യം വന്നിട്ടുണ്ട്. ഡാഷ് enables a laboratory to track the specimens from receipt, processing, testing and reporting to storage. എന്താണ്? LIS ആണ് കേട്ടോ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇത്രയുള്ള പ്രൊസീജിയറുകൾ നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. ഒന്നാമത് സാമ്പിൾ ലാബറിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, രണ്ടാമത്തത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. അത് ഫിനിഷ് ചെയ്യുന്നത് ഒരു ഡോക്ടറോ ഒരു ഹെൽത്ത് വർക്കറോ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ലബോറട്ടറി റെക്കോർഡാണ്. അതൊന്നില്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നത് ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. ഇനി നമ്മൾ ഈ പറഞ്ഞല്ലോ ലബോറട്ടറി റെക്കോർഡ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പേരുകളൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ എന്താണ്? റിക്വസ്റ്റ് ഫോംസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആരാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്? ഡോക്ടർ ഓഫ് ഹെൽത്ത് അല്ലെ. നമ്മൾ പറയുന്ന ഒരു ലബോറട്ടറി റെക്കോർഡിനകത്ത് എന്തെല്ലാം റിപ്പോർട്ടുകളും ഡാറ്റകളും ആണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തത് റിക്വസ്റ്റ് ഫോംസ്, നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത്തത് റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എല്ലാ റിപ്പോർട്ടുകളുടെയും റിസൾട്ടുകൾ അതിന്റെ ഒരു കോപ്പി എന്ത് ചെയ്തിരിക്കണം? ലബോറട്ടറി റെക്കോർഡിനകത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് അല്ലെ. നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയാ റിസൾട്ടിന്റെ ഒക്കെ റിപ്പോർട്ടും മറ്റൊക്കെ നമ്മള് പ്രിന്റ് ഔട്ടുകളായിട്ട് ഫോട്ടോ കോപ്പീസുകളായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്. നമ്മൾ ലബോറട്ടറിയിൽ നടത്തുന്ന ദൈനംദിനം നടത്തുന്ന വർക്ക് ബുക്കുകൾ, വർക്കുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വർക്ക് ബുക്കുകൾ, വർക്ക് ഷീറ്റുകൾ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ വരുന്നത് ലബോറട്ടറി രജിസ്റ്ററുകളാണ് കേട്ടോ. ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു കളക്റ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് ഒരുപാട് രജിസ്റ്ററുകളൊക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള സ്റ്റോക്ക് രജിസ്റ്റർ, അതുപോലെ തന്നെ അവിടുത്തെ എക്യുപ്മെന്റുകളുടെ മെയിൻ്റനൻസ് രജിസ്റ്ററുകള്, യൂട്ടിലൈസേഷൻ രജിസ്റ്ററുകള്, അങ്ങനെ സപ്ലൈസ് രജിസ്റ്ററുകൾ, അങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് കേട്ടോ ലബോറട്ടറി രജിസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, വെറുതെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ വരുന്നത് കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് ആണ്. ഇതാണ് കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു ലാബിനകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചില്ലേ. കൃത്യമായിട്ട് നമ്മൾ അതിന്റെ കൃത്യതകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാലിബ്രേഷൻ റെക്കോർഡുകളും കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് എക്യുപ്മെന്റുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ വരുന്നത് QC റെക്കോർഡാണ് കേട്ടോ. QC നിങ്ങളുടെ കയ്യിൽ തിരുത്തിയിട്ടില്ലേ? ക്വാളിറ്റി കൺട്രോൾ എന്നാണ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് അല്ലേ? ഇത് നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് അല്ലേ? ക്വാളിറ്റി കൺട്രോൾ എന്നല്ലേ കിടക്കുന്നത്? C ആണ് കേട്ടോ. C മീൻസ് ക്വാളിറ്റി കൺട്രോൾ എന്നാണ്. കറക്റ്റ് ചെയ്തിട്ടില്ല? അതൊന്ന് കറക്റ്റ് ചെയ്തേ. QC റെക്കോർഡ്സ് ക്വാളിറ്റി മാനുവൽ അല്ല, ക്വാളിറ്റി കൺട്രോൾ കേട്ടോ. C ഫോർ കൺട്രോൾ. C ഫോർ അയ്യോ അതൊന്ന് മാറ്റി കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ കേട്ടോ. C ആണ് പറഞ്ഞത് കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ മാനുവൽസ് കേട്ടോ. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എന്താ പറയാ അവിടുത്തെ സർവീസുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ എക്യുപ്മെന്റുകളുടെ ഒക്കെ ക്വാളിറ്റി ഒക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ക്വാളിറ്റി കൺട്രോൾ മാനുവൽ കേട്ടോ. അതൊക്കെ അവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇൻസിഡന്റ് ബുക്ക് കേട്ടോ. ഇൻസിഡന്റ് ബുക്ക് അഥവാ കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. നമ്മളിപ്പോ ലാബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇൻസിഡൻസുകൾ വരികയാണ്, എന്തെങ്കിലും അപകടങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഗ്ലാസ് വെസൽസ് എന്തെങ്കിലും പൊട്ടിപ്പോവുക, എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, അതുമൂലം എല്ലാവർക്കും വല്ല അപകടങ്ങൾ വരുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡന്റുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഇൻസിഡന്റ് ബുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇൻസിഡന്റ് ബുക്ക് ഉണ്ടായിരിക്കണം. ഇൻസിഡന്റ് ബുക്ക് മാത്രമല്ല, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. അത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നടത്തുമ്പോൾ
എന്തൊക്കെ ആക്ഷൻ പ്ലാനുകൾ എടുത്തു, എന്തൊക്കെ നടപടിക്രമങ്ങൾ എടുത്തു എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ടുകളും അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ് ആണ് കേട്ടോ. സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്, അതായത് ഒരു ലാബിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ, അതിന്റെയൊക്കെ സ്റ്റോക്കുകൾ, കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് കാർഡുകൾ. നമുക്കറിയാലോ ഒരു ലാബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. ചെറിയ നമ്മുടെ കോണിക്കൽ എന്താ പറയാ ടെസ്റ്റ് ട്യൂബ് തൊട്ട് ഒത്തിരിയേറെ എക്യുപ്മെന്റ്സുകൾ അല്ലെ, സിറിഞ്ചുകൾ, കോണിക്കൽ ഫ്ലാസ്കുകൾ, ലീറ്ററുകൾ, മറ്റുള്ള ഗ്ലാസ് വെയർ എന്ന് വേണ്ട ഒരുപാട് എക്യുപ്മെന്റുകൾ ഉണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റോക്കിന്റെ സ്റ്റോക്ക് കാർഡ്, സപ്ലൈ റെക്കോർഡ്സ്, എന്തൊക്കെ എക്യുപ്മെന്റുകൾ സപ്ലൈ നടത്തുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് പേഴ്സണൽ റെക്കോർഡാണ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ സ്റ്റാഫുകളുടെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാഫ് ട്രെയിനിങ് അല്ലെ, സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് റെക്കോർഡുകൾ, കോമ്പിറ്റൻസി റെക്കോർഡ്, അതായത് ഓരോ സ്റ്റാഫുകളുടെ പെർഫോമൻസ് അല്ലെ, അവരുടെ കോമ്പിറ്റൻസി റെക്കോർഡുകൾ ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. അതോടൊപ്പം അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെ, അവരും അത്യാവശ്യം എന്തായിരിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ആളുകളായിരിക്കണം അല്ലെ. കാര്യം ഇങ്ങനെയുള്ള സ്പെസിമെൻസ് ഒക്കെ ആയിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്. സോ അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ്, അതാണ് ഇതൊക്കെ അടങ്ങുന്നതാണ് പേഴ്സണൽ റെക്കോർഡ് കേട്ടോ. സ്റ്റാഫുകളുടെ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് കംപ്ലൈന്റ്സ് ആൻഡ് റെസൊല്യൂഷൻ കേട്ടോ. ലബോറട്ടറി സംബന്ധമായിട്ട് വരുന്ന പരാതികള്, അവയ്ക്ക് നൽകുന്ന പരിഹാര സംവിധാനങ്ങള്, അതിന്റെയൊക്കെ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻവെന്ററി മീൻസ് അസറ്റ് മീൻസ് ആസ്തികളാണ്. ദാറ്റ് മീൻസ് അവിടെയുള്ള ഒരു ലാബിന്റെ ഇൻവെന്ററി അല്ലെങ്കിൽ ഒരു ലാബിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എക്യുപ്മെന്റുകൾ, ഇൻസ്ട്രുമെന്റുകൾ, അവിടെയുള്ള സ്റ്റാഫുകൾ, അതൊക്കെ ഒരു ലാബിന്റെ അസറ്റ് ആണ് അല്ലെ, അവിടുത്തെ ആസ്തിയാണ്. അതെ, സ്റ്റോക്കാണ്. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്കും വരും കേട്ടോ. സ്റ്റോക്കാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് അവിടുത്തെ എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സുകളൊക്കെയാണ്. അതോടൊപ്പം തന്നെ സേഫ്റ്റി മാനുവൽ അല്ലെ, സേഫ്റ്റി മാനുവൽസ്. ഒരു ലാബിനകത്ത് ജീവനക്കാര് സുരക്ഷ പാലിക്കണം. ചില ഒരുപാട് സുരക്ഷാ നടപടികൾ അവര് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ അതിനുള്ള സേഫ്റ്റി മാനുവൽ, അത് ജീവനക്കാര് മാത്രമല്ല, മൊത്തത്തിൽ ആ ഒരു ലാബിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. എമർജൻസി ഫയർ എക്സിറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ, അത്യാവശ്യം വെന്റിലേഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ലാബിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, സേഫ്റ്റി മാനുവലുകള്, ബഡ്ജറ്റുകള്, ലാബിലേക്ക് വരുന്ന റവന്യൂ, അവിടെ വരുന്ന എക്സ്പെൻസുകൾ, അതിനെ പറ്റിയിട്ടുള്ള ബഡ്ജറ്റുകള്, SOPs നമ്മൾ പഠിച്ചു, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ. അത് തന്നെ കറക്റ്റ് ആണ് ശ്രുതി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, അതിന്റെ റെക്കോർഡുകള്. പിന്നെ വരുന്നത് വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ് ആണ് കേട്ടോ. അവിടെ നടത്തുന്ന വർക്കുകള്, അതുപോലെ സർവൈലൻസ് മീൻസ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും. ആ ഒരു ലാബിലെ വർക്ക് ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്നറിയാൻ അവിടെ വരുന്ന വർക്ക്, ഓരോ ദിവസത്തെ വർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന്റെ കൃത്യമായിട്ട് നിരീക്ഷണ റിപ്പോർട്ടുകള്, സർവൈലൻസ് റിപ്പോർട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു ലബോറട്ടറി റെക്കോർഡ് തയ്യാറാക്കുന്നത്. ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു റെക്കോർഡ് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങള് നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട. താഴെ തന്നിരിക്കുന്നവയുടെ ഒരു ലബോറട്ടറി റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തത് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വരും. ഓക്കെ ആണല്ലോ. ഇതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, ഇതൊക്കെ ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറും കേട്ടോ. ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുന്ന റിപ്പോർട്ടുകള്, റെക്കോർഡ്സുകള് എന്തൊക്കെയാണ്. ക്ലിയർ ആണോ ഇത്രയും ഭാഗം? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് കേട്ടോ. ഇനി നമ്മുടെ ലബോറട്ടറിയിലെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നുമില്ല, മനസ്സിലാക്കി വെക്കാനുള്ളത് കേട്ടോ. നോക്കാം. Persons who are working in laboratories may be subjected to the risk from the various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. അല്ലെ, ശരിയാണ്. നമ്മളൊരു ലാബിനെ വർക്ക് ചെയ്യാം, ലാബ് ആയിക്കോട്ടെ റേഡിയോളജി, രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകള്, പേഴ്സണൽസ് എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പല രീതിയിലുള്ള എന്താണ് റിസ്കുകൾ വരാനുള്ള ചാൻസുകൾ അവർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് കെമിക്കൽസുകൾ, രാസവസ്തുക്കൾ, മറ്റുള്ള ഇൻഫെക്റ്റിയസ് മെറ്റീരിയൽസും ആയിട്ടാണ് അവര് കൈകാര്യം ചെയ്യുന്നത്, സ്പെസിമെൻസ് ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ഫയർ ഡേഞ്ചർ, ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്കേജ്, ഇതൊക്കെ പലതരത്തിലുള്ള റിസ്കുകളാണ്. എന്ന് വെച്ചാൽ അവർക്ക് വരാൻ സാധ്യതയുള്ള, ഫേസ് ചെയ്യേണ്ട കുറെ അപകടങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്.
അത് വ്യക്തികളുടെ കാര്യമാണ്, എന്താ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്കുകളാണ്. അടുത്തത് നോക്കി, the environment is also at the risk of being contaminated by the dangerous materials used and waste generated in the laboratory. ഇനി ലാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലാബിന്റെ അറ്റ്മോസ്ഫിയറും എന്താണ്, അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കള് ഈ ലാബിൽ നിന്ന് വരുന്ന മറ്റു പല വേസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ. അതുമൂലം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതൊരു ലാബിനെ സംബന്ധിച്ചും ഒരു റിസ്ക് ആണ്. ചുരുക്കി പറഞ്ഞാൽ ലാബിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് പേഴ്സണൽ നമ്മുടെ സ്റ്റാഫുകളുടെ സേഫ്റ്റി മാത്രമല്ല, മൊത്തത്തിൽ ആ ഒരു ലാബിന്റെ അന്തരീക്ഷം എന്തായിരിക്കണം, വളരെ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, the policies should define the use of sharps, disposal of bio waste, reagents, sharps and other waste evolved in the laboratory according to the local and national regulations. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് നമ്മളിപ്പോ ലാബിൽ ഉപയോഗിക്കുന്ന ഷാർപ്പുകൾ അല്ലെ, ഈ പറയുന്ന മറ്റുള്ള സിറിഞ്ചുകൾ അല്ലെങ്കിൽ ബയോ വേസ്റ്റുകൾ. ബയോ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന സ്പെസിമെൻസിന് വരുന്ന വേസ്റ്റുകൾ അല്ലെ, ഇപ്പൊ ബ്ലഡ്, യൂറിൻ, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ഉള്ളത്, അതൊക്കെ എന്താണ്, ബയോ വേസ്റ്റുകളാണ് അല്ലെ. റിയേജൻസുകൾ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ദേശീയ തലത്തിലുള്ള എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഡിസ്പോസലിനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പോളിസികൾ അവര് മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാണ്ട് ചുമ്മാ ഒന്നും അങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള പോളിസികളുണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്. അത് മാത്രം അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ലാബിന്റെ വേസ്റ്റ് മറ്റൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ ദ പേഴ്സണൽ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അപ്പൊ മാത്രമല്ല സ്റ്റാഫുകളെ സംബന്ധിച്ചാണെങ്കിൽ അവരെന്താണ് സ്റ്റാൻഡേർഡ്, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് മുൻകരുതലുകൾ പാലിക്കുന്നതിനുള്ള പരിശീലനങ്ങളും അവരുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രം അവർക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കും. Safety in laboratories therefore improves the protection of both the person and the environment from the dangerous materials. അപ്പോൾ ഒരു ലബോറട്ടറിയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ സേഫ്റ്റി മാത്രമല്ല, പിന്നെ എന്തുകൂടിയാണ് ആ ലാബിന്റെ അന്തരീക്ഷം കൂടെ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വേറെ പോയിന്റുകളൊന്നും പഠിക്കാനില്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ലാബിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റി മാത്രമല്ല, മൊത്തത്തിൽ ലാബും എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം. ലാബ് സേഫ് ആവണമെങ്കിൽ എന്ത് വേണം, അവിടെ ഉപയോഗിക്കുന്ന ഷാമ്പുകൾ ആയിക്കോട്ടെ, അവിടെ വരുന്ന വേസ്റ്റുകൾ ആയിക്കോട്ടെ, അതൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും പാലിക്കണം. അപ്പൊ കുറെ കൂടി ലാബ് സേഫ് ആയിരിക്കും. ഇനി അവിടുത്തെ സ്റ്റാഫുകൾ സേഫ് ആവണമെങ്കിൽ എന്ത് വേണം, സ്റ്റാൻഡേർഡ് മുൻകരുതലുകൾ ഉള്ള പരിശീലനങ്ങൾ അവർക്കും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കും അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കൂ. അങ്ങനെയൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ആണ് കേട്ടോ. പൊതുവായിട്ടുള്ള ചില സുരക്ഷാ നടപടികൾ ലാബിനകത്ത് നമ്മൾ പാലിക്കേണ്ട പൊതുവായിട്ടുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, all laboratory personnel should have a knowledge of the laboratory safety policies and procedures and act in accordance with these at all times. അറിയാലോ നിങ്ങൾക്ക്, അതായത് ഒരു ലാബിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരും കൃത്യമായിട്ടുള്ള ലാബിന്റെ പോളിസികളും പ്രൊസീജിയറുകളും അറിഞ്ഞിരിക്കണം, അതിനെപ്പറ്റി അറിവുള്ളവരായിരിക്കണം അല്ലെ. അത് അറിവുണ്ടായാൽ മാത്രം പോരാ, എല്ലാ സമയങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പാലിക്കുകയും ചെയ്യണം. മനസ്സിലായല്ലോ. സ്റ്റാഫുകളെ ശ്രദ്ധിക്കണം, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ആ ഒരു ലാബിന്റെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളെ പറ്റി അറിവുള്ളവരായിരിക്കണം. അറിയുക മാത്രമല്ല, അത് കൃത്യമായിട്ട് അവര് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, കൃത്യമായിട്ട് അത് നടപ്പിലാക്കി അത് ഫോളോ ചെയ്ത് പോയിരിക്കണം. ഇതൊക്കെയാണ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നത് ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. അതുപോലെ ഒരു ലാബിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാവിധ ഡേഞ്ചറസ് മെറ്റീരിയലുകളെയും ലിസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളത് എന്തൊക്കെ ഡേഞ്ചറസ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് അതിനനുസരിച്ചുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത്, ഒരു ലാബിനകത്ത് ഉപയോഗിക്കേണ്ട എല്ലാ ഡേഞ്ചറസ് മെറ്റീരിയൽസുകളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. അത് മാത്രമല്ല, കണ്ണുകൾ കഴുകാനുള്ള ഒരു ഫെസിലിറ്റി അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫെസിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ സിങ്കിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ കണ്ണുകൾ വാഷ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ലാബിനകത്ത് ഉണ്ടായിരിക്കണം.
കാര്യം നമ്മൾ കൈയൊക്കെ വെച്ചാണ് ചെയ്തതെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പവർ കൊടുക്കുന്നത് നമ്മുടെ കണ്ണിനാണ് അല്ലെ. കണ്ണുപയോഗിച്ചാണ് നമ്മൾ മറ്റുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് മാത്രമല്ല നമ്മൾ സ്പെസിമെൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കണ്ണിലേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കണ്ണുകൾ കഴുകാനുള്ള സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി തന്നെ ISCVയോട് അറ്റാച്ച് ചെയ്ത് ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ബയോ ഹസാർഡസ് സിംപ്റ്റംസ് that should be used on all container or equipment that contains bio-dangerous materials. കേട്ടോ, അതായത് ബയോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്യുപ്മെന്റുകൾ കൃത്യമായിട്ട് ബയോ ഹസാർഡ് സിംബലുകൾ രേഖപ്പെടുത്തിയിരിക്കണം. ബയോ ഹസാർഡ് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എന്താ പറയാ ഡിസീസ് ഇൻഫെക്റ്റീസ് ഡിസീസസ് ആയിട്ട് അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ. നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെനുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ രക്തം അല്ലെങ്കിൽ മലം, മൂത്രം, ഇങ്ങനെയൊക്കെ ഉള്ളത് എന്താണ്, ഇൻഫെക്റ്റീസ് ആയിരിക്കും. ഇൻഫെക്റ്റീസ് ഡിസീസസ് വരുത്തുന്ന സ്പെസിമെനുകളാണ്. ഇത് തന്നെയാണ് ബയോ ഹസാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് വരുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബയോ ഹസാർഡ് വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബയോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ അടങ്ങുന്ന കണ്ടെയ്നറുകൾ, എക്യുപ്മെന്റുകൾ കൃത്യമായിട്ട് ബയോ ഹസാർഡ് സിംബലുകൾ നോട്ടേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ബയോ ഹസാർഡ് സിംബൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അടുത്തത് ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിംഗ് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ് ലൈക്ക് ലാർജ് സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ് എക്സെട്ര. അതോടൊപ്പം തന്നെ നമ്മുടെ ലബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകളും അല്ലെ, അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് ലഭിച്ചിരിക്കണം. എന്തിനൊക്കെയുള്ള ട്രെയിനിങ് ആണ്? ഒന്ന്, ഇൻ മാനേജിങ് ഫയർ. ഇപ്പൊ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായി, അത് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുള്ള പരിശീലനങ്ങൾ അതിന് നേടിയിരിക്കണം, അത് അവർക്ക് കൊടുത്തിരിക്കണം. അതുപോലെ നോൺ ഫയർ എമർജൻസീസ് ലൈക്ക് ലാർജ് സ്പില്ലേജ്, ഗ്യാസ് ലീക്ക്. ഇപ്പൊ ഫയർ എമർജൻസി മാത്രമല്ല അല്ലെ, ഫയർ എമർജൻസി അല്ലാത്ത കേസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും വാതക ചോർച്ചകള്, രാസവസ്തുക്കളുടെ ചോർച്ചകള്, അങ്ങനെയൊക്കെ വരുന്നതും ഒരു അപകടങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറി സ്റ്റാഫുകൾ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവരത് നേടിയിരിക്കണം. അവർക്ക് അതൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് പറയുന്നത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് ആംബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഷുഡ് ബി ക്വിക്ക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. അതുപോലെ തന്നെ ലാബിനകത്ത് സഫീഷ്യന്റ് ആയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് എങ്ങനെ തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് or injuries record of laboratory personnel that should be kept and intimated to the designated authority. നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഇൻസിഡന്റ് ബുക്കിനെ പറ്റി പറഞ്ഞത്, അതായത് എന്തെങ്കിലും ആക്സിഡന്റുകള്, മറ്റെന്തെങ്കിലും ഇൻസിഡന്റുകള്, ഇഞ്ചുറീസുകളൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അവിടെ കീപ്പ് ചെയ്തിരിക്കണം. റെക്കോർഡ് കീപ്പ് ചെയ്താൽ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. അത് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി, നിയുക്ത അധികാരിയിലെ അത്തരം ഇൻസിഡന്റുകൾ അറിയിക്കുകയും വേണം. അല്ലാണ്ട് ലാബിനകത്ത് അങ്ങനെ നടന്നു റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ലാബുമായിട്ട് ബന്ധപ്പെട്ട ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആരാണോ, അധികാരികൾ ആരാണോ, അവരുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള അപകട സാധ്യതകൾ പിന്നീട് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഡു നോട്ട് chew gum, drink, smoke or eat while working in the lab. കേട്ടോ, ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കുക, അല്ലെങ്കിൽ കുടിക്കുക, പുക വലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ലാബിൽ പ്രവർത്തിക്കുമ്പോൾ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെന്താണ്, ലബോറട്ടറി ഗ്ലാസ് വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് എ ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ്. അതുപോലെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയറുകൾ ഒരു കാരണവശാലും നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനുള്ള വസ്തുക്കളായിട്ടൊന്നും നമ്മൾ അതിനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ വരുന്നത് ഓൾവേസ് പുട്ട് ഓൺ suitable clothing, chemically resistant lab coats or aprons are suggested. അതോടൊപ്പം തന്നെ നമ്മൾ ലാബിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം എന്നുള്ള രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ്, നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് അല്ലെ ലാബിനകത്ത് ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരെങ്ങനെയാണ് അവർ വെള്ള ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വളരെ സേഫ് ആയിട്ട് കയ്യിൽ ഗ്ലൗസും ഒക്കെ വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ. തീർച്ചയായിട്ടും അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ്, അതും കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ, ആപ്രൻസുകൾക്ക് ധരിക്കാൻ ഗ്ലൗസുകൾ മറ്റൊക്കെ വെയർ ചെയ്തിട്ട് വേണം ലാബിനകത്ത് പ്രവർത്തിക്കാനായിട്ട്. പിന്നെ വരുന്നത് ഹാൻഡിൽ, നീഡ്സ്,
syringes and other shafts with utmost care. Utmost care എന്ന് വെച്ചാൽ ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ ലാബിനകത്ത് നീഡിൽസ് ആയിക്കോട്ടെ, സിറിഞ്ചുകൾ ആയിക്കോട്ടെ, മറ്റുള്ള ഷാർപ്പായിട്ടുള്ള ഏത് ഒബ്ജക്റ്റീവ്സുകളും നമ്മൾ അറ്റ്മോസ്റ്റ് കെയർ, ഏറ്റവും കെയർ എടുത്ത് വേണം നമ്മൾ ലാബിനകത്ത് കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നോക്കൂ, കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് that should be secured to prevent them from being knocked over. Knocked over എന്ന് വെച്ചാൽ that is hitting vigorously. എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരിക്കും. ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ വെക്കാനായിട്ട്. പെട്ടെന്നെങ്ങാനും അത് വല്ല പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ നോക്ട് ആവാനോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യത്തിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകൾ വളരെ സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്ത് വേണം സൂക്ഷിക്കാനായിട്ട്. പിന്നെ നോക്കൂ, in the care of a care അല്ല കേട്ടോ, in the case എന്നാണ്, കേസ് CASE കേസ് കേട്ടോ, കെയർ എന്നാണ് എഴുതിയിരിക്കുന്നത്, കേസ് എന്നാണ് കേട്ടോ. ഓക്കെ, in the case of a chemical splashing into your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes or eye wash. നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മളെ പെട്ടെന്ന് എന്തെങ്കിലും രാവിലെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് എന്തെങ്കിലും കെമിക്കൽസ് സ്പ്ലാഷ് ആവാതെ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാല് ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റണ്ണിങ് വാട്ടറിൽ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വാഷ് ചെയ്തിരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഐ വാഷ് ഫെസിലിറ്റി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകം ഒരു സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി ആയിട്ടാണ് നമ്മൾ ഐ വാഷ് ഫെസിലിറ്റി സ്കിന്നിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കണ്ണുകളിലേക്ക് എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ തെറിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ തെറിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് ഒരു ലാബിനകത്ത് നമ്മൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ അല്ലെങ്കിൽ സുരക്ഷാ നടപടിക്രമങ്ങൾ. ഇത് ഓക്കെയാണോ? ഇതൊക്കെ എളുപ്പമല്ലേ, കാണാണ്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, തന്നെ ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായോ? വീണ്ടും പറയുന്ന പോയിന്റുകളൊന്നും ഇല്ലല്ലോ. ഇതിൽ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ഇടാട്ടോ. മനസ്സിലായ ആളുകളുണ്ട്, എന്നാലും മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോനിപ്പോ ചോദിച്ച ബുദ്ധിമുട്ടാവോ എന്ന് ചിന്തിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, അത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടട്ടോ. ഓക്കെ, എളുപ്പമാണ്. ഓക്കെയാണ്. നെക്സ്റ്റിലോട്ട് പോവാൻ നമുക്ക്. എന്താണ് സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൈൻ തന്നിട്ട് ഏത് സിംബൽ എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സിംബലുകളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സിംബലുകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള സിംബലുകളാണ് അല്ലെ, ഹോസ്പിറ്റലിലായിക്കോട്ടെ മറ്റു പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള സിംബലുകൾ. സോ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ടു റെഡ്യൂസ് ദ ആക്സിഡൻസ് ഇൻ ദ ലബോറട്ടറി ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് കമ്പൽസറി ടു യൂസ് ദ സൈൻസ് ആൻഡ് സിംബൽസ് ഇൻ ദ ലബോറട്ടറി കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള സൈനേജ് കാര്യങ്ങൾ നമ്മൾ പൊതുവെ ലാബിനകത്ത് ഉപയോഗിക്കാറുണ്ട്. നോക്കാം ഇതൊക്കെയാ നോക്കി. ഫസ്റ്റ് നോക്കി, ഡേഞ്ചർ അല്ലെ, ഇൻഫ്ലേമബിൾ കണ്ടോ, തീ പിടിക്കുന്ന സംഭവമുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഡേഞ്ചർ അഥവാ ഇൻഫ്ലേമബിൾ ഇതെങ്ങനെയാണ്? ക്രോസ് എന്താണ്? ഹാർംഫുൾ ആണ് അല്ലെ. ഇത് നോക്കിയേ, കൊറോസീവ് ആണ്. കൊറോസീവ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ആസിഡ് ഒക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെമിക്കൽ ഏജൻസ് ഒക്കെ കയ്യിൽ വീട്ടിട്ടുണ്ടാകുന്ന പൊള്ളലുകളൊക്കെ ഇല്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൊറോസീവ് കണ്ടോ, കൈകളിലേക്കൊക്കെ വീണ് പൊള്ളുന്ന അവസ്ഥകളെയാണ് ഈ പറയുന്നത് കൊറോസീവ്. പിന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ് കണ്ടോ, ഇലക്ട്രിക്കൽ ഷോക്ക് പോലെയുള്ള ഒരു സിംബൽ ആണ് അല്ലെ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഹസാർഡ് ഇതെന്താണ്? പോയ്സൺ. ഓക്കെ, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ അതും ഇതും സിംബൽ വ്യത്യാസമുണ്ട്. ഇത് വെറുതെ സാധാരണ തീ മാത്രമുള്ളൂ. ഇത് നോക്കിയാൽ പൊട്ടിത്തെറിയുടെ ഒരു സിംബലാണ് അല്ലെ. റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ ഇത് പൊട്ടിത്തെറിയുടെ സിംബലാണ്. ഇതെന്താണ്? ബയോ ഹസാർഡ് അല്ലെ. ബയോ ഹസാർഡ് അതായത് നമ്മള് ഈ സ്പെസിമെൻസിനൊക്കെ വരുന്ന ഇൻഫെക്ടിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ വരുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ല, അപകടങ്ങള്. പ്രത്യേകിച്ച് നമ്മളെ ലാബിനകത്തൊക്കെ ബ്ലഡ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ടിഷ്യൂ തരും, ഒരു പഞ്ഞി തരും അല്ലെ. നമ്മൾ ആ ബ്ലഡ് തുടച്ചിട്ട് ആ ബ്ലഡ് നമ്മളൊരു പ്രത്യേകം ക്യാബിനിൽ ഒരു പ്രത്യേക ഒരു വേസ്റ്റിലാണ് നമ്മൾ ഇടുന്നത് അല്ലെ. അതിന്റെ മുകളിൽ ബയോ ഹസാർഡ് എഴുതും. കാരണം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഇൻഫെക്റ്റഡ് ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിയാനായിട്ട് ബയോ ഹസാർഡ് സിംബലുകൾ വെക്കും. പിന്നെ റേഡിയേഷൻ ഹസാർഡ് അറിയാലോ, സാധാരണ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇത് റേഡിയേഷൻ ഹസാർഡ് കേട്ടോ. ഞാൻ വിയർ ഗ്ലൗസ് ധരിക്കുക. ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി ഓൺ. ഫുൾ ഫേസ് മാസ്ക് ധരിക്കണം. ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നോ ഫുഡ് ഓഫ് ഡ്രിങ്ക്സ് എന്നുണ്ട്. പിന്നെ നമ്മുടെ തിയേറ്ററിലെ സിനിമയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നോ സ്മോക്കിംഗ് അല്ലെ. നോ സ്മോക്കിംഗ് സിംബൽ എല്ലാവർക്കും അറിയാം.
ഓക്കെ, ഈ സിമ്പലുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സിമ്പൽ തന്നിട്ട് ഏത് ഇതിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതിനുള്ള സിമ്പൽ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ഭാഗം ഏറ്റവും ഒടുവിലത്തോട്ട് നമ്മൾ കടക്കുകയാണ്. ലബോറട്ടറി സർവീസിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമുണ്ട് കേട്ടോ. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ദ ലാബ് മാനേജർ ജോബ്സ് കേട്ടോ. ഇനി ഒരു ലാബ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. കുറേ അധികം പോയിന്റുകളുണ്ട്. ഓരോ പോയിന്റുകളും ഇതേപോലെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ മാത്രം ചെയ്താൽ മതി. ഒന്നാമത്തെ നമ്മളിപ്പോ പഠിക്കുന്ന ആരുടെയാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ, ഉത്തരവാദിത്തങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസർ ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതാണ് ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസർ ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ഒരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ അല്ലെ, അവിടുത്തെ സർവീസ്, അവിടുത്തെ വർക്ക് ഫ്ലോ എല്ലാ അർത്ഥത്തിലും അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് അല്ലെ, ഗുണമേന്മ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രോഗ്രാമുകളും കൃത്യമായിട്ട് രൂപരേഖ തയ്യാറാക്കുക, പ്രോഗ്രാമുകളുടെ രൂപരേഖ തയ്യാറാക്കുക, അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ, നല്ല രീതിയിൽ നടപ്പിലാക്കുക, അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. ആര് ചെയ്യണം? ഒരു ലാബ് മാനേജറാണ് അത് ചെയ്യുന്നത് അല്ലെ. അദ്ദേഹം ഒരു ലാബിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലാബിന്റെ ഏറ്റവും ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, ലാബിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിരുന്ന എല്ലാവിധ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകളെ പറ്റി കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിലാക്കുന്നതിന് കൃത്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. രണ്ടാമത്തെ പോയിന്റാണ് കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. ആവശ്യമുള്ള സമയത്ത് ഹോസ്പിറ്റലിലെ മറ്റ് നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യും. ലാബിലേക്ക് സ്പെസിമെൻ ഒക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും അവർക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടത് ഒരു ലാബ്, അവിടെ ചെയ്യേണ്ടത് ലാബ് ടെക്നീഷ്യന്മാരല്ല, ഒരു ലാബ് മാനേജറാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ആവശ്യമുള്ള സമയത്ത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇംപ്ലിമെന്റ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ കേട്ടോ. അതായത് ആ ഒരു സ്പെസിഫിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും നടപ്പിലാക്കുക. സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏരിയ ഏതാണ്? ലബോറട്ടറി ഏരിയ ആണ് അല്ലെ, അതാണ് ഇവിടുത്തെ സ്പെസിഫിക് ഏരിയ. അപ്പൊ നമ്മുടെ ലബോറട്ടറി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, ടെക്നിക്സ് നടപ്പിലാക്കുക. അടുത്തത് നോക്കിയേ, അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ്, ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ് കേട്ടോ. അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ്, ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതായത് ഒരു ലാബിന്റെ ജീവനക്കാരുടെ അവരുടെ പ്രൊഫിഷ്യൻസി, അവരുടെ ആ ഒരു പെർഫോമൻസ്, അവരുടെ പ്രകടനങ്ങള്, അവരുടെ പ്രകടന നിലവാരം, അതുപോലെ തന്നെ ടെക്നിക്കൽ അല്ലെ സാങ്കേതികമായിട്ടുള്ള ആ ഒരു പെർഫോമൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്യുക, വിലയിരുത്തുക, ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ്, കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസ്, സ്റ്റാഫുകളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, അവരുടെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്യുക, ട്രെൻഡ് ചെയ്യാന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സുകളൊക്കെ വരുത്തണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതിന്റെ ട്രെൻഡ് ഒക്കെ ട്രാക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ദ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ് കേട്ടോ. പുതുതായി ഉള്ളതും നിലവിലുള്ളതുമായിട്ടുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഓൺ ദ സ്പോട്ട് ട്രെയിനിങ് കൊടുക്കുക കേട്ടോ. അതായത് വർക്കിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. കാരണം പുതിയ പുതിയ എക്യുപ്മെന്റുകൾ വരുന്നുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ ആളുകൾ എന്തായിരിക്കണം? അപ്ഡേറ്റ് ആയിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു ലാബിനകത്തുള്ള പുതുതായിട്ടും നിലവിലുള്ളതുമായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഓൺ സൈറ്റ് ട്രെയിനിങ് വർക്കിനോടൊപ്പം തന്നെ പരിശീലനം അവർക്ക് കൊടുക്കുക. പിന്നെന്താണ് പറയുന്നത്? discharge additional duties as assigned in support of laboratory operations കേട്ടോ.
ലബോറട്ടറി പ്രവർത്തനങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അഡീഷണൽ ചുമതലകളും നിർവഹിക്കേണ്ടത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് നിർവഹിക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. മറ്റേ ഡിസ്ചാർജ് അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പോലെയുള്ളതല്ല. ഈ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ നിർവഹിക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അതായത് ലാബിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അധിക ചുമതലകളും നിർവഹിക്കുക എന്നുള്ളതും ലാബ് മാനേജറുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അടുത്തത് എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് ഈ ലാബിന്റെ ഉപഭോക്തൃ സേവനങ്ങള് കുറേ കൂടെ വിപുലമാക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് ദാറ്റ് സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് ഇന്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് ആ ലാബിലോട്ടൊക്കെ വരുന്ന ആളുകളുണ്ടായിരിക്കും, രോഗികൾ, അത് ഇന്റേണൽ കസ്റ്റമേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്, പുറത്തുനിന്ന് വരുന്ന ആളുകൾ. അപ്പൊ മൊത്തത്തിൽ എന്താണ്, ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് ലബോറട്ടറി സേവനങ്ങളെ കുറെ കൂടെ വിപുലമാക്കുക. കാരണം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ചുരുക്കാതെ ഇവിടെയുള്ള ആളുകൾക്കും പുറമേ നിന്ന് വരുന്ന ആളുകൾക്കും എല്ലാവർക്കും സർവീസ് കൊടുക്കാൻ പാകത്തില് ഇവരുടെ ഉപഭോക്തൃ സേവനങ്ങളെ വിപുലമാക്കുക. ഉപഭോക്തൃ സേവനങ്ങളെ ലാബുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളെ കുറെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക, വിപുലമാക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, make sure that communication of laboratory data and appropriate result reporting. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ലബോറട്ടറി ഡാറ്റകള് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ, നമ്മൾ ലബോറട്ടറി ഡാറ്റകള് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം, പേഷ്യൻസിനെ അറിയിക്കണം. അങ്ങനെ ലബോറട്ടറി ഡാറ്റ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അല്ലെ, ലാബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ കൃത്യമായിട്ടുള്ള ടൈമിൽ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ലബോറട്ടറി ഡാറ്റയുടെ കമ്മ്യൂണിക്കേഷനും അനുയോജ്യമായിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗ് ഒക്കെ ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്, ലാബ് മാനേജറാണ്. പിന്നെ വരുന്നത് റിലീസ് ദ സാമ്പിൾസ് ടു ദ ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. എന്താണ് പറയുന്നത്, റിലീസ് ദ സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ്. ലാബിലോട്ട് വരുന്ന സാമ്പിളുകളെ കൃത്യമായിട്ട് ലബോറട്ടറി സ്റ്റാഫ്, എംഎൽടിക്കാണ് ലാബ് സ്റ്റാഫുകളിലേക്ക് റിലീസ് ചെയ്യുക, സാമ്പിളുകൾ റിലീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈം. ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. കേട്ടോ, ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെടുക്കുന്ന സമയമാണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ലാബിലോട്ട് വരുന്ന സ്പെസിമെന്റിന് കൃത്യമായിട്ട് ലാബിലെ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. അതോടൊപ്പം എന്ന് ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് അവർക്ക് കൊടുക്കണമെന്നുള്ള ഡ്യൂ ഡേറ്റും ടേൺ അറൌണ്ട് ടൈം ഒക്കെ കൃത്യമായിട്ട് അതിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലാണ്ട് സാമ്പിൾ കളക്ട് ചെയ്ത് തോന്നിയ സമയത്ത് റിസൾട്ട് കൊടുത്തിട്ട് കാര്യമില്ല അല്ലെ. ചിലർക്ക് എമർജൻസി റിസൾട്ട് കൊടുക്കേണ്ട ചില കേസുകളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഡ്യൂ ഡേറ്റ്, എപ്പോൾ അതിന്റെ റിസൾട്ട് കൊടുക്കണം, എപ്പോൾ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ റിപ്പോർട്ട് എപ്പോൾ അവർക്ക് റിലീസ് ചെയ്യണം എന്നുള്ള ഡ്യൂ ഡേറ്റും ടേൺ അറൌണ്ട് ടൈം ഒക്കെ കൃത്യമായിട്ട് ലാബ് സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒരു ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത നോക്കൂ, ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലയിൻസ്. ഇതാണ് ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലയിൻസ്. ഒരു ലാബ് സംബന്ധമായിട്ട് വരുന്ന പല കോംപ്ലക്സ് ഇഷ്യൂസ് അല്ലെ, സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, പരാതികൾ, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശിക്കുക അല്ലെ. പല പ്രശ്നങ്ങളും ഇപ്പൊ ലാബ് എന്നുള്ള ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പലതരം പ്രോബ്ലംസുകൾ വരാം അല്ലെ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ഗൈഡ് ചെയ്യുക അല്ലെ, നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ വരുന്നത് നോക്കൂ, റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at responsible for all employees who are working at all labs on demand facilities അല്ലെ. അതായത് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്, ലാബ് മാനേജർക്കാണ്. ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ചില ടെസ്റ്റിങ്ങുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ചില കേസുകൾ ഓൺ ഡിമാൻഡ് ആണത്. പെട്ടെന്ന് റിസൾട്ട് ടെസ്റ്റ് നടത്തി പെട്ടെന്ന് തന്നെ റിസൾട്ട് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അത്തരത്തിൽ ഓൺ ഡിമാൻഡ് ഫെസിലിറ്റിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവർ വളരെ എന്തായിരിക്കും, വർക്ക് ലോഡ് കൂടുതലായിരിക്കും അല്ലെ. പെട്ടെന്ന് ചിലർക്ക് സമയം ഉണ്ടായിരിക്കില്ല. ചില കേസുകളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ ടെസ്റ്റിംഗ് നടത്തി പെട്ടെന്ന് റിസൾട്ട് മറ്റൊക്കെ റിലീസ് ചെയ്ത് ഓൺ ഡിമാൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ. അത്രയും എമർജിക്കാരൊക്കെ വെച്ചാൽ അത് അത്രയും ബിസി ആയിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ടത് ഈ പറയുന്ന ലാബ് മാനേജർ. അപ്പൊ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ട പിന്തുണയൊക്കെ കൊടുക്കേണ്ടത് ലാബ് മാനേജർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, അടുത്തോ നിങ്ങൾക്ക്. അപ്പൊ നമുക്കിനി ഈ എത്ര പോയിന്റ് നമ്മൾ പറഞ്ഞു? 1, 2, 3, 4, 5, 6, 7, 8, 10, 11. ഓക്കെ, 11 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. 11 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ പോയിന്റുകൾ പറയാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞാല് ഞാൻ പിന്നെ എടുക്കുന്നത് ഡയാലിസിസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം കേട്ടോ. ലബോറട്ടറി തീർന്നിട്ട് ഡയാലിസിസ് സർവീസസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അതിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ശരി കേട്ടോ. കുറച്ച് പേര് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ശ്രുതി, ശരണി, ഓക്കെ, എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യില്ല കേട്ടോ. കാര്യം നിങ്ങളെ കാണുന്നില്ല, നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? നമുക്കറിയാം ഓൺലൈൻ ആകുമ്പോൾ അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയാലേ നമുക്ക് അറിയുള്ളൂ കേട്ടോ. അല്ലാണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാകില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയില്ല എന്നൊക്കെ പറയരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. നേരിട്ട് കാണുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്